ഹായ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ് ആണ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഫോർ വിമൻ, പ്രത്യേകിച്ചും റൂറൽ വിമൻ എന്നുള്ളത്. അപ്പം ഇപ്പൊ ഞാൻ സ്ലൈഡ് ഉണ്ടാക്കാറില്ല, ഡോക്യുമെന്റ് ഫോമിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കുട്ടികൾ പറഞ്ഞു പ്രിന്റ് എടുക്കാനൊക്കെ ആയിട്ട് എളുപ്പം അങ്ങനെയാണ്, സ്ലൈഡ് ആകുമ്പോൾ കുറച്ച് കണ്ടന്റ് ഒരെണ്ണത്തിൽ വരുള്ളൂ, അതുകൊണ്ട് ഡോക്യുമെന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു പ്രശ്നം പറ്റി, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഇതിടാൻ ഞാൻ മറന്നുപോയി. അപ്പം അതിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ക്ഷമിക്കുക, അടുത്ത പ്രാവശ്യം മുതൽ ശരിയാക്കാം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് റൂറൽ വിമന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ്. അപ്പൊ നിങ്ങളൊന്ന് ചരിത്രത്തിലേക്ക് നോക്കിയേ. ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട് ഒരു 1950 മുതൽ 75 വരെയൊക്കെ ഉള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ബോത്ത് ആസ് സിറ്റിസൺ ആൻഡ് എന്താ പറയാ ഒരു ഒരു ഓർഗനൈസേഷൻസോ അങ്ങനെ ഒന്നും വിമന്റെ ഇടയിൽ ഒരു ഒരു റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടോ ലൈക്ക് ഇപ്പോ മന്ത്രിമാരായിട്ടോ അങ്ങനെ ഒരു ഒരു വലിയ രൂപത്തിലുള്ള ഒരു ഇത് ഇത് നമുക്ക് വിമന്റെ കാര്യത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മൾ ഫസ്റ്റത്തെ 5 ഇയർ പ്ലാനും സെക്കൻഡ് 5 ഇയർ പ്ലാനും ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിലൊരു വിമൻ കമ്പോണന്റ് ഒന്നും ഇല്ല. ബിക്കോസ് അത് അങ്ങനെ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. 1975 UN ഉണ്ടല്ലോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അവര് ഒരു വർഷം വിമൻസ് ഇയർ ആയിട്ട് ആഘോഷിക്കുന്നു. ഒരു ഡെക്കേഡ് മൊത്തം 1975 മുതൽ 85 വരെ ഒരു ഡെക്കേഡ് മൊത്തം വിമൻസ് ഡെക്കേഡ് ആയിട്ട് ആചരിക്കുന്നു. തുടർന്ന് കുറെ പരിപാടികളൊക്കെ വരുന്നു. അങ്ങനെയൊക്കെ പിന്നെ പതുക്കെ പതുക്കെ കാലം പുരോഗമിക്കുന്നു, നാട് പുരോഗമിക്കുന്നു. അങ്ങനെയൊക്കെയാണ് കുറെ പ്രോഗ്രാംസ് ഒക്കെ വന്നു തുടങ്ങിയത്. അപ്പൊ ആദ്യങ്ങളിലൊക്കെ ഉള്ള പ്രോഗ്രാംസ് പൊതുവെ വെൽഫെയർ എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പൊ കാണുന്ന പ്രോഗ്രാംസ് എങ്ങനെയാ? കൂടുതലും എംപവർമെന്റ് എന്നുള്ള രൂപത്തിലാണ്. എന്താണ് പവർ? പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെയോ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരാൾക്ക് സാധിക്കും, എന്തിനെയോ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും, അതിനുള്ളൊരു അതോറിറ്റി കിട്ടുക എന്നുള്ളതാണ്. എംപവർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ലൈഫ്, സ്വന്തം കാര്യങ്ങൾ, സ്വന്തം ജോലി, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ഒരാൾക്ക് കഴിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് എംപവർമെന്റ്. ഇപ്പൊ നമ്മൾ കാണുന്ന ഭൂരിഭാഗം പരിപാടികളും വിമൻ എംപവർമെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്, മോർ ദാൻ വെൽഫെയർ. വെൽഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആരോഗ്യം, ഭക്ഷണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ. അപ്പം നമുക്കിപ്പോ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ബിഫോർ ഇൻഡിപെൻഡൻസ് നമ്മളിപ്പോ പലതരത്തിലുള്ള റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടു. അതിലൊക്കെ ചെറിയ ചെറുതായിട്ടൊക്കെ വിമൻ എഡ്യൂക്കേഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കമ്പോണൻസ് ഒക്കെ കാണാം. പക്ഷെ കംപ്ലീറ്റ്ലി വിമന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ നമുക്ക് ഇവിടെ ഇപ്പൊ ഈവൻ ഇന്റർനാഷണലി വലിയ വിമൻസ് ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ബിഫോർ ഇൻഡിപെൻഡൻസ് സരള ദേവി ചൗധരിയുടെ വിമൻസ് ഓർഗനൈസേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പണ്ഡിത രമാഭായിയുടെ ശാരദാ സദനും ആര്യ മഹിളാ സഭയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് 1953 ഒരു ഒരു വെൽഫെയർ ബോർഡ് വരുന്നുണ്ട്. ഓക്കെ, ദുർഗാബായ് ദേശ്മുഖിന്റെ നേതൃത്വത്തിൽ ഒരു വെൽഫെയർ ബോർഡ് വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ ഇതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് ഓരോരോരോ പരിപാടികളൊക്കെ വന്നു തുടങ്ങുന്നു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നേഷൻ വൈഡ് വളരെ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് റിപ്പോർട്ട് ഓഫ് ദി കമ്മിറ്റി ഓൺ ദ സ്റ്റാറ്റസ് ഓഫ് വിമൻ ഇൻ ഇന്ത്യ. അത് 1974 ഓക്കെ. അപ്പം ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു. നമുക്ക് നിങ്ങൾക്കറിയാം, നമ്മൾ പ്ലാനിംഗ് ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്, സുഭാഷ് ചന്ദ്രബോസ് നെഹ്റുവിനെ ചെയർമാൻ ആക്കിക്കൊണ്ട് ഒരു ഒരു പ്ലാനിംഗ് കമ്മിറ്റി ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. എപ്പോഴാണ്? ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിനെ തുടർന്ന് 1938 അല്ലെ. അപ്പം അതിന്റെ ഒരു സബ് കമ്മിറ്റി ആയിട്ട് വിമൻ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ഒരു 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 പ്ലാനിംഗ് കമ്മിറ്റിയും കൂടി ഉണ്ടായിരുന്നു, ഒരു സബ് കമ്മിറ്റിയും കൂടി ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അത് ചെയർ ചെയ്തിരുന്നത് ലക്ഷ്മിബായി രാജ്വടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അത് ഫ്രീഡത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് ഒക്കെ സ്ത്രീകളുടെ പ്രാധാന്യം, അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ പ്രാധാന്യം വളരെ അറിഞ്ഞിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഗാന്ധിയും. അപ്പൊ അത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അത് ഞാൻ പറയാൻ വേണ്ടി വിട്ടുപോയതാണ്. പിന്നെ അതുപോലെ തന്നെ 1959 വിമൻസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു 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 സ്റ്റഡി കമ്മിറ്റി വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ അവര് പഠിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 1959 വിമൻസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു കമ്മിറ്റിയുടെ കുറച്ച് കാര്യങ്ങളെല്ലാം തേർഡ് പ്ലാനിൽ അവര് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഇത് അത്ര വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല, കാരണം ആരും എവിടെയും മെൻഷൻ ചെയ്ത് കാണാറില്ല. ബട്ട് നമ്മളൊന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ. അപ്പൊ
നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാൻ തുടങ്ങുന്ന ഭാഗം എന്ന് പറയുന്നത് ഇവിടെ മുതലാണ്. അതായത് 1974 റിപ്പോർട്ട് എന്ന് പറയുന്നത്. ദ റിപ്പോർട്ട് ഓഫ് ദി കമ്മിറ്റി ഓൺ ദി സ്റ്റാറ്റസ് ഓഫ് വുമൺ. അപ്പൊ അത് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ആ ഒരു സമയത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറേ മുന്നോട്ട് സഞ്ചരിച്ചിരിക്കുന്ന ഒരു രേഖയാണ് തന്നെ പറയാം. എല്ലാ ഭാഗവും ടച്ച് ചെയ്തുകൊണ്ടുള്ള നല്ലൊരു റിപ്പോർട്ടായിരുന്നു ഈ ദ റിപ്പോർട്ട് ഓഫ് ദി കമ്മിറ്റി ഓൺ ദി സ്റ്റാറ്റസ് ഓഫ് വുമൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. The report of the Committee on the Status of Women in India is considered a radical document of its time. Okay. ആ ഒരു സമയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ റാഡിക്കൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അപ്പൊ അതിൽ ഈ സോഷ്യോ കൾച്ചറൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അഡ്രസ് ചെയ്യണം എന്നെല്ലാം പറയുന്നുണ്ട്. ഓക്കെ, പലതരത്തിലുള്ള ചേഞ്ചസിന് വേണ്ടിയിട്ട് ശ്രമിക്കണമെന്നും പറയുന്നുണ്ട്. അപ്പം ആളുകളുടെ ഒരു prejudice ഉണ്ടല്ലോ, സ്ത്രീകൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇവർ ഓൾറെഡി അടുക്കളയിൽ തളച്ചിടപ്പെട്ട അങ്ങനത്തെ prejudiceകളൊക്കെ അഡ്രസ് ചെയ്യണം. emphasize the need to mobilize the public opinion and create awareness on the issues like dowry, polygamy, excessive wedding expenses, ചൈൽഡ് മാരേജസ് ആൻഡ് വിമൻസ് ലീഗൽ റൈറ്റ്സ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അഡ്രസ് ചെയ്യണം. ഇതിനൊക്കെതിരായിട്ട് പബ്ലിക് ഒപ്പീനിയൻ മൊബിലൈസ് ചെയ്യണമെന്ന് പറയുന്നു. ഓക്കെ, സജസ്റ്റഡ് ഗവൺമെന്റ് കൊളാബറേഷൻ വിത്ത് വോളണ്ടറി ഓർഗനൈസേഷൻസ് വർക്കിംഗ് ഓൺ വിമൻസ് ഇഷ്യൂസ്. ഓക്കെ, അപ്പം എന്താണ് ഈ വിമൻസ് ഇഷ്യൂസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത കുറെ ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ അങ്ങനത്തെ വോളണ്ടറി ഓർഗനൈസേഷൻസ് ഒക്കെ ആയിട്ട് ഗവൺമെന്റ് കൊളാബറേഷൻ ഉണ്ടാക്കണം. അപ്പൊ ഓൺ വിമൻസ് ലോ എന്തൊക്കെയാണ് സജസ്റ്റ് ചെയ്തത്? ഒന്ന്, മാരേജ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഹിന്ദു മാരേജ് ആക്ട് പോലെ അല്ല മുസ്ലിം മാരേജ് ആക്ട്, അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതിനെ തുടർന്ന് യൂണിഫോം സിവിൽ കോഡിനെ പറ്റിയിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അപ്പോ മാരേജ് ലോസ് ദാറ്റ് പ്രൊവൈഡഡ് ഈക്വൽ ഫൂട്ടിംഗ് ഫോർ വുമൺ. പല ലോസിലും സ്ത്രീകൾക്ക് സ്ഥാനം കുറവാണ്. ഇപ്പൊ മുസ്ലിം ലോയിലാണെന്നുണ്ടെങ്കിൽ പോളിഗമി സമ്മതിക്കുന്നുണ്ട്, ഒന്നിൽ കൂടുതൽ വൈഫ് പാടുമെന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പൊ പോളിഗമി ഇൻ മുസ്ലിം ലോ കളയണം. അതുപോലെ ബൈഗമി, രണ്ട് ഭാര്യമാർ, ആ ഒരു സംഭവം ഹിന്ദു മാരേജ് ആക്ടിലുണ്ട്, അതും കളയണം. ഓക്കെ, റീസ്ട്രെയിൻഡ് ചൈൽഡ് മാരേജ് എക്സ്പെഷ്യലി ഇൻ റൂറൽ ഏരിയാസ്. ഇപ്പോഴും നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഇപ്പോഴും ചൈൽഡ് മാരേജസ് ഒക്കെ പല സ്ഥലത്തും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു 2024 പോലും സംഭവിക്കുന്ന കാര്യമാണിത്. വളരെ കുറഞ്ഞിട്ടുണ്ട്. Restrain the child marriages especially in rural areas. Provision for minor girls from all communities to repudiate marriage upon reaching the age of maturity regardless of consummation. അതായത് ഇപ്പൊ ചെറുപ്പത്തിൽ അവരെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കേ, ഇപ്പൊ 5 വയസ്സിൽ 6 വയസ്സിലൊക്കെ കല്യാണം കഴിപ്പിക്കുന്ന പരിപാടി ഉണ്ട്. അപ്പൊ ഇവർക്ക് മെച്യൂരിറ്റി എത്തിയ ശേഷം എനിക്ക് മാരേജ് വേണ്ടാന്ന് എന്താണ് അതിനെപ്പറ്റി അത് ആവശ്യമില്ല എന്ന് പെൺകുട്ടികൾക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ടാക്കണം. അപ്പൊ ആ മൈനർ ഗേൾസിന് അതിനുള്ള ഒരു പ്രൊവിഷൻ കൊണ്ടുവരണം. പിന്നെന്താണ്, മാരേജസ് രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലി കോർട്ടുകൾ, ശരിയായ ഇപ്പൊ ക്രിമിനൽ ലോയോ അല്ലെങ്കിൽ സിവിൽ ലോയോ ഒന്നും ഹാൻഡിൽ ചെയ്യുന്ന കോർട്ടുകളിലാവരുത്. ഫാമിലി കോർട്ടുകൾ വേറെ തന്നെ സ്ഥാപിക്കണം. അതുപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡ്, നമ്മുടെ ആർട്ടിക്കിൾ 44ലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അത് എൻഷുർ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇനീക്വാളിറ്റീസ് പല കാര്യങ്ങളിലും ഉണ്ട്. അതായത് ഇപ്പം എന്താ പറയാ, സ്വത്തൊക്കെ ഭാഗം വെക്കുമ്പോൾ ആൺകുട്ടികളെയൊക്കെ കുറവേ പെൺകുട്ടികളായിട്ടുള്ളവർക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡ്രസ് ചെയ്യണം. പിന്നെന്താണ്, മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് കൊണ്ടുവരണം. പിന്നെന്താണ്, ഈ വർക്കിംഗ് വിമണിന് വേണ്ടിയിട്ട് ക്രഷസ് സ്ഥാപിക്കണം. ഇപ്പോൾ കുട്ടികളെ നോക്കാനുള്ള ക്രഷുകൾ സ്ഥാപിക്കണം. പിന്നെന്താണ്, വിമണിന് ഈക്വൽ വേജ് തന്നെ കൊടുക്കണം, ഈക്വൽ ജോലിക്ക്. അത് ഇൻകോർപ്പറേഷൻ വിത്ത് മിനിമം വേജസ് ആക്ട്. പിന്നെന്താണ്, ട്രെയിനിങ് പ്രോഗ്രാംസ് സംഘടിപ്പിക്കണം. പിന്നെ എന്താണ്, പാർട്ട് ടൈം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വേണം, പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ ആയിട്ടൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ കുട്ടീനെ നോക്കുന്നതോ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? പിന്നെ നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസസ് ടു അസിസ്റ്റ് വിമൻ വിത്ത് നെസസറി ഇൻഫർമേഷൻ. നോളജ് പകർന്നു കൊടുക്കാനായിട്ട് നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസസ് തയ്യാറാവണം. അതിനുള്ള പരിപാടികളൊക്കെ ഉണ്ടാക്കണം. സ്പെഷ്യൽ ലീവ് വിത്തൗട്ട് പേ അപ് ടു 5 years to allow women to take care of their families. അതായത് ഇപ്പൊ കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കുറെ കാലത്തൊക്കെ ബ്രേക്ക് ഒക്കെ എടുക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ലീവ് എടുക്കാനുള്ള എന്താണ്, വിത്തൗട്ട് പേ ലീവ് എടുക്കാനുള്ള പ്രൊവിഷൻസ് ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ എന്താണ്, ട്രേഡ് യൂണിയൻസിലൊക്കെ വിമൻസ് വിങ് ആഡ് ചെയ്യണം, വിമൻസിന്റെ പ്രശ്നങ്ങളൊക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി എന്താണ് പറയുന്നത് നോക്കാം. recommended co-education and common curricula for both boys and girls. നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ പഠിക്കുമ്പോൾ ചിലരൊക്കെ സജസ്റ്റ് ചെയ്ത് കാണാം, അതായത് പെൺകുട്ടികൾക്കുള്ളതിൽ ഹോം സയൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലെ? അപ്പൊ അതിനൊന്നും ആവശ്യമില്ല. കോമൺ കരിക്കുല തന്നെ ബോയ്സ് ആൻഡ് ഗേൾസിന് വേണം. കോ എഡ്യൂക്കേഷൻ ആണ്, രണ്ടുപേരും കൂടെ ഒരുമിച്ചുള്ള പഠിപ്പിക്കലൊക്കെയാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രൊപ്പോസ്ഡ് 3 year of പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ് ആൻഡ് അർബൻ സ്ലംസ്.
ഓക്കെ, 3 വർഷം പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കൊടുക്കുക. പിന്നെ യൂണിവേഴ്സൽ എലമെന്ററി എഡ്യൂക്കേഷൻ ചിൽഡ്രൻ ഏജ്ഡ് 6 to 14. അതായത് എല്ലാവർക്കും എഡ്യൂക്കേഷൻ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ളവർക്ക്. പിന്നെന്താണ്, സെക്സ് എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ് ചെയ്യുക. മിഡിൽ സ്കൂൾ മുതൽ സെക്സ് എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ അത് ടീനേജ് പ്രഗ്നൻസീസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ സെക്സ് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെക്കമെൻഡഡ് ഫോർ ഫ്രീ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ്. ഫ്രീ സെക്കൻഡറി എഡ്യൂക്കേഷനും പെൺകുട്ടികൾക്ക് കൊടുക്കണമെന്ന് പറയുന്നു. പിന്നെന്താണ്, കരിക്കുലത്തിലെ ജെൻഡർ ഇക്വാലിറ്റി പഠിപ്പിക്കുന്നതിനെ പറ്റിയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണമെന്ന് കമ്മിറ്റി പറയുന്നു. എൻകറേജ്ഡ് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് ഇൻ റേസിംഗ് അവയർനെസ് എമംഗ് വിമൻ ടു റെഡ്യൂസ് ജെൻഡർ ഗ്യാപ്പ് ഇൻ ലിറ്ററസി. അപ്പോൾ ലിറ്ററസിയുടെ കാര്യത്തിൽ ജെൻഡർ ഗ്യാപ്പ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവയർനെസ് ഉണ്ടാക്കുക. പിന്നെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലുള്ള വിമൻ പാർട്ടിസിപ്പേഷനെ പറ്റിയിട്ട് എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഞാൻ ഇരിക്കുന്ന ഭാഗത്തുള്ള കുറച്ച് കണ്ടന്റ് മായുന്നുണ്ടാവും, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഞാൻ ഈ നോട്ടൊക്കെ എല്ലാം തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. സോ പിന്നെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ ഞാൻ വായിക്കുന്നുണ്ടല്ലോ. റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ വിമൻ ഇൻ മുനിസിപ്പാലിറ്റീസ് ആസ് ആൻ ഇന്ററിം മെഷർ. മുനിസിപ്പാലിറ്റീസിൽ റിസർവേഷൻ കൊടുക്കുക. പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് ടു അഡോപ്റ്റ് ഡെഫിനിറ്റീവ് പോളിസീസ് ഓൺ the percentage of women candidates for parliament and state assembly elections. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ത് ചെയ്യണം, ഒരു ഡെഫിനിറ്റ് പെർസെന്റേജ് ഓഫ് വിമൻ കാൻഡിഡേറ്റ്സിനെ നിർത്തണം പാർലമെന്റിലേക്കും അതുപോലെ തന്നെ അസംബ്ലിയിലേക്കുള്ള ഇലക്ഷന് വേണ്ടി. ഇൻക്ലൂഷൻ ഓഫ് വിമൻ ഇൻ ഓൾ ഇമ്പോർട്ടന്റ് കമ്മീഷൻസ് ഡിസ്കസിങ് സോഷ്യോ എക്കണോമിക് ഇഷ്യൂസ്. സോഷ്യോ എക്കണോമിക് ഇഷ്യൂസിൽ ആയിട്ട് ഉള്ള എല്ലാ തരം കമ്മിറ്റികളിലും വിമനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ കമ്മിറ്റി വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എ സെപ്പറേറ്റ് ബജറ്റ് ഫോർ മെറ്റേണിറ്റി ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ സർവീസസ്. ഒരു സെപ്പറേറ്റ് ബജറ്റ് തന്നെ ഉണ്ടാക്കണം ചൈൽഡ് ഹെൽത്തിനും മെറ്റേണിറ്റി ബെനിഫിറ്റ്സിനും ഒക്കെ സർവീസസിനൊക്കെ വേണ്ടിയിട്ട്. ക്യാമ്പയിൻസ് ഫോർ ഫാമിലി പ്ലാനിംഗ് ടു ചേഞ്ച് പെർസെപ്ഷൻസ് ഓഫ് ഫെർട്ടിലിറ്റി, അഡ്രസ്സിംഗ് ദ ബ്ലെയിം പ്ലേസ്ഡ് ഓൺ വിമൻ ഫോർ സെക്സ് ഓഫ് ദ ചൈൽഡ്. ഇപ്പോൾ പെൺകുട്ടി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മമാര് കൂടുതലായിട്ട് കുറ്റം കേൾക്കുക, ആൺകുട്ടി ഉണ്ടാവുന്ന അമ്മമാരെ കൂടുതലായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അഡ്രസ് ചെയ്യുക. അപ്പൊ ഫെർട്ടിലിറ്റീനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് അവയർനെസ് ഒക്കെ കൊടുക്കുക, ക്യാമ്പയിൻസ് ഒക്കെ നടത്തുക ഇതിനൊക്കെതിരെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. റിവിഷൻസ് ടു മെഡിക്കൽ ടെർമിനേഷൻ ടു പ്രഗ്നൻസി ആക്ട് ടു ഗിവൻ കൺട്രോൾ ഓവർ ദെയർ ലൈഫ്സ്. ഓക്കെ, അത് ഇപ്പോഴും US ഒന്നും അംഗീകരിക്കാത്ത കാര്യമാണ്. അതായത് റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടെർമിനേഷൻ, അപ്പം അബോർഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ, അതൊക്കെ US-ലൊക്കെ ഇപ്പോഴും ഇതാണ്. ഇന്ത്യയിലൊക്കെ വലിയ കുഴപ്പമില്ല. സോ സ്വന്തം ലൈഫിൽ ഈ റേപ്പ് വിക്ടിംസോ അങ്ങനെ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലേ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്വന്തം ലൈഫിൽ ഒരു വലിയൊരു തീരുമാനമാണ് ഇങ്ങനെ ഒരു മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു ഇത് കൊടുക്കണം ആ കാലത്ത് 1974 ഈ കമ്മിറ്റി സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എ ഷിഫ്റ്റ് ഫ്രം ക്യൂറേറ്റീവ് പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ ആസ് സജസ്റ്റഡ് ഇൻ NPP. NPP എന്താ നമ്മൾ പറയട്ടോ, നാഷണൽ പെർസ്പെക്റ്റീവ് പ്ലാൻ. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു കൂടുതലും ഒരു പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയറിലേക്ക് വരണം. ഒരു രോഗം വന്നിട്ട് ചികിത്സിക്കുക എന്നുള്ളതിനൊക്കെ കൂടുതലും പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയറിലേക്ക് വരണമെന്നും പറയുന്നു. ഓക്കെ, ഇനി എഡ്യൂക്കേഷൻ ഫോർ വിമൻസ് ഈക്വാലിറ്റിയിൽ പോളിസി സ്റ്റേറ്റ്സ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. എഡ്യൂക്കേഷൻ വിൽ ബി യൂസ്ഡ് ആസ് എ ഫണ്ടമെന്റൽ ഏജന്റ് ഫോർ changing the status of women. The national education system will play a proactive word എനിക്ക് പറയാൻ പറ്റുന്നില്ല, role in the empowerment of women. Empowerment will be pursued through curriculum development, teachers training, active participation of educational institutions. Okay, പിന്നെ പോളിസി എന്തൊക്കെയാ പ്രൊമോട്ട് ചെയ്യുന്നത്? Women studies, educational institutions initiating programs for women's development. പിന്നെ women's literacy will be encouraged by identifying and addressing the obstacles that hinder access to the retention in elementary education. എന്തുകൊണ്ട് സ്ത്രീകൾ സ്കൂളുകളിലേക്ക് എത്തുന്നില്ല, പെൺകുട്ടികൾ സ്കൂളുകളിലേക്ക് എത്തുന്നില്ല, അങ്ങനെ ആ ഒരു ഒബ്സ്റ്റക്കിൾസിനൊക്കെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് വേണ്ടത്. ഓക്കെ, പിന്നെ ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ് ഇൻ വൊക്കേഷണൽ ആൻഡ് പ്രൊഫഷണൽ കോഴ്സസ് വിൽ ബി എലിമിനേറ്റഡ്, പ്രൊമോട്ടിംഗ് വിമൻസ് പാർട്ടിസിപ്പേഷൻ ഇൻ മോഡേൺ ഒക്യുപ്പേഷൻസിൽ വിമൻസ് പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരണം എന്ന് പറയുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ നമ്മൾ ഒരു കാര്യം കണ്ടല്ലേ, നാഷണൽ പെർസ്പെക്റ്റീവ് പ്ലാൻ, അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ദ നാഷണൽ പെർസ്പെക്റ്റീവ് പ്ലാൻ ഫോർ വിമൻ 1988 to 2000 കേട്ടോ. ഈ 2001 ഇതിന് ശേഷം ഒരു സംഭവം വരുന്നുണ്ട്, ഒരു പോളിസി ഒക്കെ വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. The National Perspective Plan for Women
1988 to 2000 നാഷണൽ പെർസ്പെക്റ്റീവ് പ്ലാൻ എന്തൊക്കെയാ പറയുന്നത്? ഒരു ഹോളിസ്റ്റിക് വ്യൂ, മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ് വിമൻ, ആൻഡ് ഇവാലുവേറ്റ്സ് ദ ഇമ്പാക്ട്സ് ഓഫ് ഡെവലപ്പിംഗ് plans and programs for them. The plans aims at economic development and integration of women into the mainstream economy. Mainstream economy-യിലേക്ക് കൊണ്ടുവരാം. അത് പ്ലാൻ എയിം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. Achieving equality and social justice for all women. ഈക്വാലിറ്റിയും സോഷ്യൽ ജസ്റ്റിസും എല്ലാ വിമണിനും ലഭ്യമാക്കുക. സജസ്റ്റഡ് മെഷേഴ്സ് കവർ വേരിയസ് ഫീൽഡ്സ് ഇൻക്ലൂഡിങ് അഗ്രികൾച്ചർ. അപ്പൊ കുറെ ഫീൽഡുകൾ, അഗ്രികൾച്ചർ, എംപ്ലോയ്മെന്റ് ആൻഡ് ട്രെയിനിങ്, അങ്ങനത്തെ കുറെ ഫീൽഡുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പറയാം. വിമൻ റിലേറ്റഡ് ഡെവലപ്മെന്റ് ഡയമെൻഷൻസ് ഷുഡ് ബി അഡ്രസ്ഡ്. വിമൻ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് പ്രൊഡക്റ്റീവ് റിസോഴ്സസ്. ഇനി പ്രൊഡക്റ്റീവ് റിസോഴ്സസ് വിമന് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ എന്താണ്, ഡെവലപ്മെന്റൽ ഡയമെൻഷൻസ് എല്ലാം തന്നെ അഡ്രസ് ചെയ്യണം അഗ്രികൾച്ചറിന്റെ കാര്യത്തിൽ. എംപ്ലോയ്മെന്റ് ആൻഡ് ട്രെയിനിങ്ങിലോ ന്യൂ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഷുഡ് ബി ക്രിയേറ്റഡ് ഫോർ വിമൻ. ദ വർക്കിംഗ് എൻവയറമെന്റ്, എംപ്ലോയ്മെന്റ് കണ്ടീഷൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി പൊട്ടൻഷ്യൽ ഫോർ വിമൻ ഷുഡ് ബി ഇംപ്രൂവ്ഡ്. ദ വുമൻ ഷുഡ് ബി എനേബിൾഡ് ടു ബിക്കം ആൻ articulate and conscious workforce, gaining status and recognition as workers. Okay, അപ്പൊ പൊതുവില് വിമൻ വർക്കേഴ്സിനെ അവർക്ക് ഒരു വർക്കിംഗ് വുമൺ എന്നുള്ള സ്റ്റേറ്റസ് നൽകുക, അവരെ കോൺഷ്യസ് വർക്ക് ഫോഴ്സിന്റെ ഭാഗമാക്കുക, പിന്നെ ഇവരുടെ വർക്കിംഗ് പൊട്ടൻഷ്യൽ, പ്രൊഡക്ടിവിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് സജസ്റ്റ് ചെയ്യുന്നത്. സപ്പോർട്ടീവ് സർവീസസ്, ഇഫ് ഫ്യുവൽ, ഫോർഡർ, വാട്ടർ, ക്രഷ്, ഹൗസിംഗ്, ഇതെല്ലാം തന്നെ സ്ത്രീകളെയും കൂടി ബാധിക്കുന്ന കാര്യമാണ്. ഫ്യുവലും ഫോർഡറും വാട്ടറും ക്രഷും ഹൗസിംഗ് ഒക്കെ. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിമന്റെയും കൂടി പങ്കാളികളാക്കുക എന്ന് പെർസ്പെക്റ്റീവ് പ്ലാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. സപ്പോർട്ടീവ് സർവീസസ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു ഹെൽപ്പ് ദ വിമൻ ടു ഫോക്കസ് വർക്ക് വൈൽ റെഡ്യൂസിംഗ് ദെയർ ഡെയിലി ഡ്രഗറ്ററി. Issues of fuel, fodder, water which directly concern women should be included in relevant programs. In education, community members should be involved in girls' education, highlight its importance for strengthening women's role in society and promoting socio-economic development of the nation. The National Literacy Mission should involve women's organization. National Literacy Mission women's organizations പങ്കാളിയാവണം. Okay. Health and family welfare. Health is seen as a critical indicator of women's development. The plan recommends banning amniocentesis. ഇതെന്ത് സംഭവം എന്നറിയാമോ? നമ്മുടെ ജെൻഡർ അറിയാൻ പറ്റുന്ന ആ ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന്. അപ്പോ ഈ അങ്ങനത്തെ ടെസ്റ്റുകള് ബാൻ ചെയ്യാനായിട്ട് പറയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് ശിശുഹത്യകൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഓക്കെ. Parents should be encouraged to value female children. Health services should be tailored to meet women's health needs. Okay. ഇനി ഒരു റിപ്പോർട്ട് വരികയാണ്. ശ്രമശക്തി എന്നാണ് അതിന്റെ പേര്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണേ. 1988 വന്നതാണ്. ശ്രമശക്തി എന്ന ടൈറ്റിൽ വരുന്ന റിപ്പോർട്ട് എന്താണ്? റിപ്പോർട്ട് ഓഫ് ദി നാഷണൽ കമ്മീഷൻ ഓൺ സെൽഫ് എംപ്ലോയിഡ് വിമൻ ഇൻ ദ ഇൻഫോർമൽ സെക്ടർ. ഇൻഫോർമൽ സെക്ടർ എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം എന്താണ്? ഇൻഫോർമൽ സെക്ടറിൽ കൂടുതലും വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള സ്ത്രീകളാണ് ഉണ്ടാവുക. ഓക്കെ. അപ്പൊ അവരെ പറ്റിയിട്ടുള്ള പഠനമാണ് ഈ ശ്രമശക്തി എന്ന് പറയുന്നത്. ദ ശ്രമശക്തി റിപ്പോർട്ട് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി നാഷണൽ കമ്മീഷൻ ഓൺ സെൽഫ് എംപ്ലോയിഡ് വിമൻ ആൻഡ് വിമൻ ഇൻ ഇൻഫോർമൽ സെക്ടർ. സെൽഫ് എംപ്ലോയിഡ് വിമൻ എന്ന് പറയുമ്പോൾ ആരാണ്? തയ്യൽക്കാരായിട്ടുള്ള സ്ത്രീകളും ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന ആളുകളും എല്ലാം തന്നെ വരും. സെൽഫ് എംപ്ലോയിഡ് വിമൻ. അതുപോലെ തന്നെ ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, പ്രധാനമായിട്ട് വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള സ്ത്രീകൾ. കമ്മീഷൻ എയിംഡ് ടു സ്റ്റഡി ദ വർക്കിംഗ് ആൻഡ് ലിവിംഗ് കണ്ടീഷൻസ് ഓഫ് പുവർ വുമൻ കോംപ്രിഹെൻസീവ്ലി. പ്രത്യേകിച്ചും പുവർ വുമണിനെ പറ്റി. ഫോക്കസസ് ഓൺ അൺപ്രൊട്ടക്റ്റഡ് ലേബർ ഇൻക്ലൂഡിംഗ് സെൽഫ് എംപ്ലോയിഡ് വിമൻ, wage laborers, paid and unpaid workers and contract laborers. ഈ അൺപ്രൊട്ടക്റ്റഡ് ലേബർ എന്ന് പറയുമ്പോൾ വളരെ ഹസാഡസ് ആയിട്ടുള്ള കണ്ടീഷൻസിലൊക്കെ വർക്ക് ചെയ്യുന്നവര്, ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നവർ, അതായത് സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്തി അന്യ വീടുകളിൽ പോയി ജോലി ചെയ്യുക, അല്ലെങ്കിൽ തയ്യൽപ്പണി, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ കൂലിപ്പണി, വേജ് ലേബേഴ്സ്, പെയ്ഡ് ഓർ അൺപെയ്ഡ് വർക്കേഴ്സ് ആൻഡ് കോൺട്രാക്ട് ലേബേഴ്സ്. വിമൻസ് കോൺട്രിബ്യൂഷൻസ് ടു ഫാമിലി ആൻഡ് നാഷണൽ എക്കണോമി ആർ അൺറെക്കഗ്നൈസ്ഡ്. ആക്ച്വലി സ്ത്രീകള് ചെയ്യുന്ന പല ജോലികളും നമ്മളുടെ നാഷണൽ ഇൻകത്തിന്റെ അടക്കം ഒരു നെഗറ്റീവ് ആയിട്ട് പറയാറുണ്ട്. ഇതൊക്കെ എന്താ പറയാ, നമ്മള് റെക്കഗ്നൈസ് ചെയ്യാത്ത വർക്കാണ്. ഇപ്പൊ ഒരു കുടുംബത്തിൽ ചെയ്യുന്ന ജോലി അതൊന്നും റെക്കഗ്നൈസ് ചെയ്യാറില്ല, അല്ലെ? അതൊന്നും പ്രൊഡക്റ്റീവ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാറില്ല. അല്ലെങ്കിൽ പലപ്പോഴും പലതായിട്ടും ചെയ്യുന്ന പരിപാടികളൊന്നും തന്നെ റെക്കഗ്നൈസ് ചെയ്യപ്പെടാറില്ല.
അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ ഇവർ പഠിക്കുന്നുണ്ട്. ദ ടേം വുമൺ വർക്കർ ഷുഡ് ബി ബ്രോഡ്ലി ഡിഫൈൻഡ് ടു ഇൻക്ലൂഡ് ബോത്ത് പെയ്ഡ് ആൻഡ് അൺപെയ്ഡ് വർക്ക്. പെയ്ഡ് ആയിക്കോട്ടെ അൺപെയ്ഡ് ആയിക്കോട്ടെ വിമൺ വർക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ടേം ബ്രോഡ്ലി യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. വെദർ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദ ഹൗസ് ഹോൾഡ്. നമ്മളുടെ വീട്ടിലെ അമ്മമാര് ചെയ്യുന്ന ജോലി അത് ജോലി തന്നെയാണ്. അത് അവർക്ക് കാശ് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് ജോലി അല്ലാതായിട്ട് മാറുന്നില്ല. എ മൾട്ടി pronged, flexible, integrated and area-specific approach is recommended for planners. Ongoing exploitation and unequal resources, control-free forces women to extreme poverty and destitution. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതായത് ഈ വിമനെ ഇപ്പം നമ്മളിപ്പോ പണിക്ക് ഇപ്പൊ ഒരു സൈറ്റിലൊക്കെ വിളിക്കുകയാണെങ്കിൽ സെയിം എമൗണ്ട് ഓഫ് പണിയായിരിക്കും രണ്ടാൾക്കാരും ചെയ്യുന്നത്. പക്ഷെ അണീക്വൽ ആയിട്ടുള്ള വേജ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു എക്സ്പ്ലോയിറ്റേഷൻ അഡ്രസ് ചെയ്യുക. വിമൻ ഫീൽ പവർലെസ് ഡ്യൂ ടു ലാക്ക് ഓഫ് നോളജ്, സ്കിൽസ് ആൻഡ് റിസോഴ്സസ്. സ്വന്തം റൈറ്റിനെ പറ്റിയിട്ടും സ്വന്തമായിട്ട് എടുക്കുന്ന ജോലികളെ പറ്റിയിട്ടും പിന്നെ അതുപോലെ തന്നെ സ്കിൽ ഇല്ലാത്തത് കൊണ്ടും റിസോഴ്സുകൾ ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും വിമൻ പവർലെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. പലപ്പോഴും റിയാക്ട് ചെയ്യാൻ സാധിക്കാത്തതൊക്കെ ഇതുകൊണ്ടാണ്. existing development schemes do not overly discriminate against women but fail to empower them. ഇതാണ് ഒരു മെയിൻ പോയിന്റ്. അതായത് ഒരുപാട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരുപാട് പരിപാടികൾ വരുന്നു. നമ്മൾ തന്നെ ഒരുപാട് പരിപാടികൾ പഠിച്ചു അല്ലെ. അപ്പൊ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഡിസ്ക്രിമിനേറ്ററി അല്ല. ഇപ്പൊ സ്ത്രീകൾക്കെതിരെ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒന്നും വരുന്നില്ല. പക്ഷെ എംപവർ ചെയ്യുന്നതിൽ ഇതെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ. Women's powerlessness stem from their subordinate status in policy implementation and making men chief beneficiaries. അപ്പം അവരുടെ പവർലെസ്നെസ് എവിടെ നിന്ന് സബോർഡിനേറ്റ് സ്റ്റാറ്റസ് ആ പോളിസി ഇംപ്ലിമെന്റേഷനിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഓക്കെ. അപ്പൊ ഇതെന്ത് ചെയ്യുന്നു? ഈ പോളിസീസിന്റെ ഒക്കെ മെയിൻ ബെനിഫിഷ്യറീസ് മെൻ ആയിട്ട് മാറുന്നു. വെസ്റ്റഡ് ഇൻട്രസ്റ്റ് കീപ്പിംഗ് വുമൺ സബോർഡിനേറ്റഡ് ടു മെയിൻറ്റെയിൻ ചീപ്പ് ആൻഡ് ഡോസൈൽ ലേബർ. പലരും ആഗ്രഹിക്കുന്നത് പലരും ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീപ്പ് ആയ ഡോസൈൽ ആയിട്ടുള്ള ലേബറിന് വേണ്ടി സ്ത്രീകളെ കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ സബോർഡിനേറ്റ് സ്റ്റാറ്റസിനെ സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. ദ കമ്മീഷൻ റെക്കമെൻഡ്സ് ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ പാക്കേജ് ആൻഡ് പ്രോഗ്രാംസ് ടു അസിസ്റ്റ് പുവർ ആൻഡ് വൾണറബിൾ വിമൻ. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ വിമൻ ഷുഡ് ബി expanded. Working conditions needs to be improved. Drudgery should be reduced and women should be provided with the social security. The commission advocates holistic and integrated approach. Okay. അങ്ങനെ ഇങ്ങനെ നാഷണൽ പെർസ്പെക്റ്റീവ് പ്ലാൻ വന്നു. അപ്പൊ അങ്ങനെ പല സംഭവം വന്നു. അപ്പൊ അതിനുശേഷം നമ്മുടെ ശ്രമശക്തിയെ പറ്റി നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ 74-ലെ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞു. ഇതെല്ലാം കൂടി വന്നിട്ട് 2001 നാഷണൽ പോളിസി ഫോർ എംപവർമെന്റ് ഓഫ് വിമൻ വരികയാണ്. ഓക്കെ. 2001. ദ ജുഡീഷ്യൽ ലീഗൽ സിസ്റ്റം വിൽ ബി സെൻസിറ്റൈസ്ഡ് ടു അഡ്രസ് വിമൻസ് നീഡ്. ജുഡീഷ്യൽ ലീഗൽ സിസ്റ്റവും എന്ത് ചെയ്യണം? സ്ത്രീകളുടെ നീഡ്സിന് വേണ്ടിയിട്ട് സെൻസിറ്റൈസ്ഡ് ആയിരിക്കണം. ഓൾഡ് ലോസ് വിൽ ബി റിവൈസ്ഡ് ആൻഡ് ന്യൂ ലോസ് വിൽ ബി മെയ്ഡ് മോർ സ്ട്രിഗ്നന്റ് ടു എൻഷുർ പണിഷ്മെന്റ് അലയൻസ് വിത്ത് സെവറിറ്റി ഓഫ് ദ ഒഫൻസസ്. അപ്പോൾ ഒഫൻസസിനനുസരിച്ച് പണിഷ്മെന്റ്സ് ഉണ്ടാക്കണം. പുതിയ കാര്യങ്ങൾ ഓൾഡ് ലോസ് ഒക്കെ റിവൈസ് ചെയ്യണം. Okay. Personal laws related to marriage, divorce, maintenance and guardianship will be amended to ensure equality for women. അതായത് ചുമ്മാ ഡൈവോഴ്സ് ചെയ്ത് കളയാം. അതായത് ഇപ്പൊ 3 വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ ഡൈവോഴ്സ് ചെയ്യാം. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ മക്കളെയൊക്കെ ഉണ്ടാക്കിയ ശേഷം ഡിവോഴ്സ് ചെയ്ത് കഴിയും. അപ്പൊ അവർക്ക് ജീവനാംശം കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനത്തെ മാരേജ് ലോസും ഡിവോഴ്സും മെയിൻ്റനൻസും ഗാർഡിയൻഷിപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ അമെൻഡ് ചെയ്യണം, ഇക്വാലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. അറ്റ് ദ പൊളിറ്റിക്കൽ ലെവൽ women should be included as partners in decision making and power sharing process. The policy acknowledges the importance of integrating gender perspectives into development process. Women can be served as catalysts, participants and recipients in the development. Emphasis on women's issues and concerns needed in all plans, policies, laws and action programs. Strengthening women's role in social and economic spheres as well as through institutional mechanisms will
ലീഡ് ടു എംപവർമെന്റ്. ഓക്കെ, ഇനി ഇതിന്റെ ഈ ഒരു പോളിസിയുടെ സാലന്റ് ഫീച്ചേഴ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്രിയേറ്റിംഗ് ആൻ എൻവയറമെന്റ് ത്രൂ പോസിറ്റീവ് എക്കണോമിക് ആൻഡ് സോഷ്യൽ പോളിസീസ് ഫോർ full development of women enabled them to realize their full potential. The de jure and de facto enjoyment. De jure എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇത് de jure എന്ന് വെച്ചാൽ ലീഗൽ അല്ലാത്ത, de facto എന്ന് പറഞ്ഞാൽ ലീഗൽ ആയത്. അതായത് ഇപ്പൊ de facto ഇപ്പൊ ലോഫുൾ ആയിട്ടുള്ള ഹസ്ബൻഡ് ഉണ്ടാവും, അതായത് ബൈ ലോ ഹസ്ബൻഡ് ആയിട്ടുള്ള ആളുണ്ടാവാം, പിന്നെ ചിലരൊക്കെ ഒരുമിച്ച് താമസിക്കുന്നവരുണ്ടാവും, ലിവിങ് ടുഗെദർ ഒക്കെ പോലെ. അപ്പം അങ്ങനെയുള്ള സ്ത്രീകൾക്കും ഈ ലോയുടെ ബെനിഫിറ്റ് കിട്ടണം എന്നാണ് പറയുന്നത്. ദ de jure and de facto enjoyment of all human rights and fundamental freedom by women on equal basis with the men in all spheres, political, economical, social, cultural, and civil. Equal access to participation and decision making of women in social, political, and economic life of the nation. Equal access to women to healthcare, quality education at all levels, career, vocational guidance, employment, equal remuneration, പിന്നെന്താണ്, occupational health and safety, social security and public officers, etc. ഇതിലെല്ലാം തന്നെ equal access കൊടുക്കുക. Strengthening legal system aimed at elimination of all forms of discrimination against women. Changing social attitudes and community community practices by activate participation and involvement of both men and women. Mainstreaming and gender perspective in the development process. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കുറച്ച് 2 പോയിന്റും കൂടി ഉണ്ട് കേട്ടോ. എലിമിനേഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഓൾ ഫോംസ് ഓഫ് വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ ആൻഡ് ഗേൾ ചൈൽഡ്, ആൻഡ് ബിൽഡിംഗ് സ്ട്രെങ്തനിങ് partnership with the civil society, particularly women's organization. So ഇതൊക്കെയാണ് നമ്മളുടെ 2001 പോളിസി സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വിമണിന് വേണ്ടിയിട്ട് കുറെ പ്രോഗ്രാംസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് മഹിളാ സമാഖ്യ എന്ന് പറയുന്നത്. ഒരുപാട് ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് മഹിളാ സമാഖ്യ എന്ന് പറയുന്നത്. അതായത് ഒരു 14,000-ഓളം വില്ലേജോളം അക്രോസ് 60 ഡിസ്ട്രിക്ട്, 9 സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ കർണാടക, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, കേരള, ബീഹാർ, ആസാം, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, ഉത്തരാഞ്ചൽ. അപ്പം ഇത് ആ കെ ഗുള്ളർ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്ന് എടുത്തതാണെന്നുള്ളത്. ഇഗ്നോയിൽ അങ്ങനെ കിടക്കണോണ്ട് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടപ്പോ പെട്ടതാണ് കേട്ടോ. Okay, origins. Initiated in response to the national policy or education 1986. And its program of action 1992. See, 1986 എഡ്യൂക്കേഷൻ പോളിസിനെ പറ്റിയിട്ടും പ്രോഗ്രാം ആക്ഷനെ പറ്റിയിട്ടും നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ യൂണിവേഴ്സിറ്റി സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ പഠിച്ചവർക്ക് ഓർമ്മയുണ്ടാവും. 1986 രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഒരു നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. ഇതിൽ സ്ത്രീകളുടെ എഡ്യൂക്കേഷനെ പറ്റി ധാരാളം ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെ തുടർന്ന് പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 വരുന്നുണ്ട്. സോ ഇതിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ മഹിളാ സമാഖ്യ കൊണ്ടുവരുന്നത്. ഓക്കെ, ഫോക്കസ് ഏരിയ, അതായത് ഇത് പ്രധാനമായിട്ട് എങ്ങനത്തെ ഒരു പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് കുറെ പരിപാടികൾ നടത്താം. അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമാണ് ഈ മഹിളാ സമാഖ്യ എന്ന് പറയുന്നത്. Originally centered on women's non-formal education. Non-formal education now includes health, human rights and governance with the goal of creating gender justice society by empowering women. Impact on other states. അപ്പൊ ഈ ഒരു പ്രോഗ്രാം നടത്തിയതിനെ തുടർന്ന് പല സ്റ്റേറ്റുകൾ ആളുകൾ ഇപ്പൊ സ്ത്രീകളെ കൂട്ടി അവർക്ക് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിപാടിയാണ്. പൊതുവെ സ്ത്രീകളെ സംഘടിപ്പിക്കുക എന്നുള്ള ഒരു ഇതാണ്. അപ്പം ഈ ഒരു പരിപാടിനെ തുടർന്ന് മറ്റു സ്റ്റേറ്റുകളിലും കുറെ പരിപാടികളൊക്കെ നടന്നു. അതായത് സ്ത്രീകൾ തന്നെ മുന്നോട്ട് വന്ന് പല കാര്യങ്ങളും ചെയ്തു. ഇപ്പൊ ഹരിയാനയില് സ്ത്രീകൾ ഈ മഹിളാ സമാഖ്യയുടെ നേതൃത്വത്തില് എന്തുണ്ടായി, പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ആൽക്കഹോളിസം ഉണ്ടായി. ഓക്കെ, ഹിമാചൽ പ്രദേശിലെ ഒപ്പോസിഷൻ ടു പോളിഗാമി, ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ വെക്കുന്നതിനെ തുടർന്ന്. തമിഴ്നാട്ടിൽ എന്താണ്, പ്രാക്ടീസ് ഓഫ് ദേവദാസി. ഈ ദേവദാസി സമ്പ്രദായം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. അതായത് ഒരു സ്ത്രീയെ ദൈവത്തിന്റെ ഇതാന്ന് പറഞ്ഞ് അവരെ ഇതിലേക്ക് അമ്പലത്തിലേക്ക് സമർപ്പിക്കും. എന്നിട്ട് എന്തുണ്ടാവും, ആ നാട്ടിലുള്ള പുരുഷന്മാരെ മുഴുവൻ അവരെ ചൂഷണം ചെയ്യും. അപ്പൊ ഈ ഒരു ദേവദാസി സമ്പ്രദായത്തിന് എതിരെ റെസിസ്റ്റൻസ് തമിഴ്നാട്ടിലുണ്ടായി. ഓൺഗോയിങ് സ്ട്രഗിൾസ് അഗെയിൻസ്റ്റ് ഡൗറി, വയലൻസ്,
പിന്നെ എന്താണ് ഇൻഫന്റിസൈഡ്, ഫീറ്റിസൈഡ് ആൻഡ് ചൈൽഡ് ലേബർ, ഇതിനൊക്കെ എതിരെ സ്ട്രഗിൾസ് നടന്നു. അപ്പൊ ഇതിന്റെ ആക്സിലറി പ്രോഗ്രാംസ് ആയിട്ട് സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതിന്റെ കുറച്ച് ഒപ്പം നടന്ന കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. അതിലൊന്നാണ് ദീദി ബാങ്ക്സ് എന്ന് പറയും. ദീദി ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ സിസ്റ്റേഴ്സ് ബാങ്ക്സ് നമുക്ക് റഫ്ലി ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പൊ അതെന്താണ്? ഫൈനാൻഷ്യൽ ഇനിഷ്യേറ്റീവ്സ് ആണ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ബാങ്കുകൾ. നമ്മളിപ്പോ ഈ കുടുംബശ്രീക്കൊക്കെ അങ്ങനത്തെ പരിപാടി ഉണ്ട്. കിഷോരി സംഘാസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അത് ആക്ച്വലി അഡോളസെന്റ് ഗേൾസിന്റെ ഹെൽത്തിനും പിന്നെ അവർക്കുള്ള അവയർനെസ് കൊടുക്കാനും വേണ്ടിയിട്ടുള്ള സംഭവമാണ് കിഷോരി സംഘാസ് എന്ന് പറയുന്നത്. പിന്നെ ജാഗോ ബെഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. അതെന്ന് അർത്ഥം വെച്ചാൽ ജാഗോ ബെഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൈസ് സിസ്റ്റർ എന്നുള്ള ഒരു അർത്ഥമാണ്. അത് മൊത്തത്തിൽ കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ അവയർനെസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റിൽ വരാനായിട്ട് നല്ല ചാൻസ് ഉള്ള സാധനങ്ങളാണ്. ഒന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു മഹിളാ സമാഖ്യ എന്ന് പറയുന്നത് എംപവർമെന്റ് ത്രൂ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ഇങ്ങനെ സ്ത്രീകളെ കളക്റ്റീവ് ആയിട്ട് കൂട്ടിയിട്ട് അവർക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. The program has empowered women to assert their rights, become more visible in their families and communities and demand accountability from government body. ഇതിന്റെ ഫിലോസഫി എന്ന് പറയുന്നത് തന്നെ ഈ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ആണ്. ഗാന്ധിയൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് വോളണ്ടിയർ ചെയ്യുക, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, ഡീസെൻട്രലൈസേഷൻ, മാസ് മൊബിലൈസേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഈ മഹിളാ സമാഖ്യയുടെ പ്രധാനപ്പെട്ട യൂണിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കോർ യൂണിറ്റ്സ് ഓഫ് മഹിളാ സമാഖ്യ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹിളാ സംഘാസ് ആണ് കേട്ടോ. മഹിളാ സംഘാസ്. ഈ മഹിളാ സംഘാസ് എന്താ ചെയ്യുക? സ്കൂളുകൾ റൺ ചെയ്യുക, പിന്നെ എന്താണ് ഡിസ്പെൻസറീസ്, മാർക്കറ്റ്, ബാങ്ക്, പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പല കാര്യങ്ങളും ചെയ്യുക, അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതെല്ലാമാണ് മഹിളാ സംഘാസ് ചെയ്യുന്നത്. ഇതിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ. മഹിളാ സമാഖ്യ എന്ന് പറഞ്ഞ ഒരു വലിയ പ്രോഗ്രാമിലെ ചെറിയ ചെറിയ യൂണിറ്റുകളാണ് മഹിളാ സംഘാസ് എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ ഒരു 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 കമ്പോണന്റ് ആണ് സഖീസ് അല്ലെങ്കിൽ സഹയോഗിനീസ് എന്ന് പറയും. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സംഘാസിന്റെ ഈ മഹിളാ സംഘാസ് എന്ന് പറഞ്ഞ യൂണിറ്റ് ആണല്ലോ, അവരുടെ പരിപാടികളുടെ ഒരു കാറ്റലിസ്റ്റ് പോലെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് സഖീസ് എന്ന് പറയുന്നത്. അപ്പം ഇവർ ഈ സഖീസ് എങ്ങനെയാണ്? അവർക്ക് ഒരു 10 വില്ലേജസ് ഒക്കെ കൊടുക്കും. എന്നിട്ട് അവർ അതിലുള്ള സ്ത്രീകളെ ഓർഗനൈസ് ചെയ്യാനായിട്ട് നോക്കും. ഓക്കെ. ഇനി നാരി അദാലത്തുകൾ എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട്. നാരി അദാലത്ത്. Initially started at Gujarat, these courts have been adopted across all Mahila Samakhya states to organize collective action against violence and provide spaces for women to ഡിസ്കസ് ഇഷ്യൂസ്. അതായത് അദാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. നമ്മളിപ്പോ ഒരു ജുഡീഷ്യറി സംഭവമാണ്. അതായത് അദാലത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അവതരിപ്പിക്കുന്നു. അപ്പൊ സ്ത്രീകൾക്കൊക്കെ വന്ന് വീട്ടിൽ നേരിടുന്ന വീടിന്റെ അകത്തുള്ള വയലൻസും കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ അവര് കളക്റ്റീവ് ആയിട്ട് ഇതിനെതിരെ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കും. നല്ലൊരു പരിപാടിയാണല്ലേ നാരി അദാലത്ത്. ഓക്കെ. പിന്നെ കിഷോരി സംഘാസ് റോൾ. കിഷോരി സംഘാസ് എന്താന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്താണ്? അഡോളസെന്റ് ഗേൾസിനെ പഠിപ്പിക്കുക, അവർക്ക് അവരുടെ ഹെൽത്ത് അവയർനെസ് ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് സംഭവം. അപ്പോ കിഷോരി സംഘാസ് റോൾ എന്ന് പറഞ്ഞാൽ എൻഗേജ് അഡോളസെന്റ് ഗേൾസ്, ക്രിയേറ്റ് ഹെൽത്ത് അവയർനെസ് ആൻഡ് ട്രെയിൻ ദം ഫോർ ആക്റ്റീവ് കമ്മ്യൂണിറ്റി റോൾസ്. റോൾ മോഡൽസ് ഇൻ ബീഹാർ. അപ്പൊ ഈ മഹിളാ സമാഖ്യയുടെ റോൾ മോഡൽസ് നമുക്ക് നോക്കാം. In Bihar and Jharkhand, graduates of Mahila Shikshak Kendras mobilize communities to bring children, especially girls, back to school, acting as role models and ensuring the universalization of elementary education in girls. Okay. അപ്പൊ ബീഹാറിലും ജാർഖണ്ഡിലും മഹിളാ സമാഖ്യയിലുള്ള ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികളെ പ്രധാനമായിട്ട് പെൺകുട്ടികളെ തിരിച്ച് സ്കൂളുകളിലേക്ക് കൊണ്ടുവന്ന് അവരുടെ യൂണിവേഴ്സൽ എലിമെന്ററി എഡ്യൂക്കേഷൻ അഷ്വർ ചെയ്തു. ഓക്കെ. ഇനിയുള്ള പ്രോഗ്രാമാണ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സപ്പോർട്ട് ടു ട്രെയിനിങ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ഫോർ വിമൻ. സ്റ്റെപ്പ് എന്ന് പറയും. ലോഞ്ച് ഇയർ എന്ന് പറയുന്നത് 1987 ദ പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഇൻ 1987. ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഒബ്ജക്റ്റീവ് എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാല് സ്കിൽ ആൻഡ് നോളജ്. നമുക്ക് ആ പേര് തന്നെ കിട്ടും അല്ലെ. സപ്പോർട്ട് ടു ട്രെയിനിങ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എന്നാണ് അതിന്റെ പേര് തന്നെ. ടു പ്രൊവൈഡ്
updated skills and new knowledge to poor and assetless women in traditional sectors including agriculture, animal husbandry, dairying, fisheries, handlooms, handicraft, khadi village industries, സെറികൾച്ചർ, സോഷ്യൽ ഫോറസ്ട്രി, വേസ്റ്റ് ലാൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണ്? ഇതൊക്കെ വളരെ വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള വിമൺ ഉൾപ്പെടുന്ന ഭാഗമാണല്ലോ. അപ്പൊ അങ്ങനത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള സെക്ടേഴ്സിലുള്ള പുവർ വുമണിന് വേണ്ടിയിട്ട് പുതിയ നോളജും സ്കിൽസും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ഓക്കെ, ഗോൾസ് എന്തൊക്കെയാണ്? എൻഹാൻസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇൻകം, എൻഹാൻസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇൻകം ജനറേഷൻ ഫോർ വിമൻ, broaden employment opportunities including self-employment, develop entrepreneurial skills among women. Okay, എന്തൊക്കെ സർവീസ് കൊടുത്തിരുന്നത്? ഹെൽത്ത് കെയർ കൊടുത്തിരുന്നു, എലിമെന്ററി എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നു, ക്രഷ് ഫെസിലിറ്റീസ് കൊടുത്തിരുന്നു കുട്ടികളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, മാർക്കറ്റ് ലിങ്കേജസ് കൊടുത്തിരുന്നു, ആക്സസ് ടു ക്രെഡിറ്റ് കൊടുത്തിരുന്നു. ഓക്കെ, നയൻത്ത് പ്ലാൻ നമുക്കറിയാം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കൊണ്ടുവന്നത് കൊണ്ട് ഉള്ള ഒരു 5 year പ്ലാൻ ആണ് നയൻത്ത് പ്ലാൻ. നമ്മൾ പഠിക്കുമ്പോഴും പഠിക്കുന്ന ഒരു കാര്യമാണത് അല്ലെ. അപ്പൊ ഒറ്റ 10 100 1000 10000 ലക്ഷം 2,55,635 women beneficiaries were covered. 66 projects were implemented across states. Andhra Pradesh, Assam, Arunachal Pradesh, Bihar, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, കർണാടക, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, മണിപ്പൂർ, നാഗാലാൻഡ്, ഒറീസ, തമിഴ്നാട്, ത്രിപുര, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് ആൻഡ് വെസ്റ്റ് ബംഗാൾ. ഇത്ര സ്ഥലങ്ങളിൽ 66ഓളം പ്രൊജക്ടുകൾ നടപ്പിലാക്കി. ടെൻത്ത് പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ 2001 പോളിസി കഴിഞ്ഞു വരുന്ന പ്ലാൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇതിലും 1 10 100 1000 10000 ലക്ഷം 2,15,651 വിമൻ ബെനിഫിഷ്യറീസ് ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്തൊരു പ്രോഗ്രാം ആണ് ഹോട്ടൽസ് ഫോർ വർക്കിംഗ് വിമൻ. സോറി, ഹോട്ടൽസ് അല്ല, ഹോസ്റ്റൽസ് ആണ്. ഇതില് വർക്കിംഗ് വുമൺ എഴുതിയിട്ടുണ്ടെങ്കിലും ഇതിൽ പഠിക്കുന്ന കുട്ടികളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പഠിക്കുന്ന പെൺകുട്ടികളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സ്കീം ഓവർവ്യൂ. The scheme was for assistance in constructing or expanding hostel buildings for working women with daycare centers for children has been in implementation since 1972-73. Financial assistance provided to non-government organizations, cooperative bodies and other agencies involved in women's social welfare, education, etc. for constructing work വിമൻസ് ഹോസ്റ്റൽ. അപ്പൊ ഈ ഒരു ഇതിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് ഒക്കെ കൊടുത്തിരുന്നത് വിമൻസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ്സിനും NGOസിനും ഒക്കെ തന്നെ ആയിരുന്നു. അപ്പം വർക്കിംഗ് വുമന് വേറെ സ്ഥലത്തൊക്കെ പോയിട്ട് ജോലി ചെയ്യുമ്പോൾ അവർക്ക് സേഫ് ആയിട്ട് താമസിക്കാനുള്ള സ്ഥലം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ടു ഓഫർ സേഫ് ആൻഡ് അഫോർഡബിൾ ഹോസ്റ്റൽ അക്കോമഡേഷൻ ടു സിംഗിൾ വർക്കിംഗ് women working away from their hometowns, widows, divorcees and separated women. Women being trained for employment. പിന്നെ girl students. Accommodation terms എന്തൊക്കെയായിരുന്നു? Trainees permitted to stay for 1 year. Trainees എന്താണ്? ഒരു വർഷത്തേക്ക് താമസിക്കാം. Girl students permitted to stay for 5 years with the condition that working women receive first preference. ഗേൾ സ്റ്റുഡൻസിന് താമസിക്കാം, 5 വർഷത്തോളം താമസിക്കാം, പക്ഷെ വർക്കിംഗ് വിമണിനാണ് അവിടെ പ്രിഫറൻസ് ഉള്ളത്. A maximum of 30% of the hostel's capacity can be allocated to women being trained for employment and girl students. അപ്പം മൊത്തം ഇതിന്റെ 30% ഈ ട്രെയിനിങ് നടത്തിലുള്ള സ്ത്രീകൾക്കും പിന്നെ ഗേൾ സ്റ്റുഡൻസിനും വേണ്ടിയിട്ട് കൊടുക്കാം. 2007 വരെ ഉള്ള സ്റ്റാറ്റസ് ഇഗ്നോ ബുക്ക് ആണ് എന്റെ റെഫറൻസ് എന്ന് പറയുന്നത്. അതനുസരിച്ചിട്ട് 876ഓളം ഹോസ്റ്റൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് അക്രോസ് കൺട്രി. ഓക്കെ, ഇൻക്രീസിങ് ഡിമാൻഡ്. ഇപ്പോഴും നല്ല ഡിമാൻഡ് ഉണ്ട് ഈ വർക്കിംഗ് വിമൻ ഹോസ്റ്റൽസിന് വേണ്ടിയിട്ട്. റീവാം എഫേർട്സ്. A committee has been established to revamp the scheme to make it more variable in response to increasing demand. Okay. ഇനി സ്വതർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. നല്ലൊരു പരിപാടിയാണ് കേട്ടോ. അപ്പൊ അതായത് ഇങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, അതായത് ഇപ്പൊ ഡിസാസ്റ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നത്തിൽ പെട്ടിട്ടുള്ള സ്ത്രീകൾക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുക്കുന്ന ഒരു സംഭവമാണ് സ്വതർ എന്ന് പറയുന്നത്. എ സ്കീം ഫോർ വിമൺ ഇൻ ഡിഫിക്കൽട്ട് സർക്കംസ്റ്റാൻസസ്. സ്കീം ലോഞ്ച് ഇനിഷ്യേറ്റഡ് ബൈ മിനിസ്ട്രി ഇൻ 2001 to 2002 to support women in difficult circumstances. അപ്പൊ ഒബ്ജക്റ്റീവ് എന്താണ്? പ്രൈമറി ആയിട്ടുള്ള നീഡ്സ് ഉണ്ടല്ലോ, താമസിക്കാൻ സ്ഥലം, ഭക്ഷണം, ക്ലോത്തിങ് ആൻഡ് കെയർ ടു മാർജിനൈസ്ഡ് വിമൻ ആൻഡ് ഗേൾസ്. ഓഫർ ഇമോഷണൽ സപ്പോർട്ട് ആൻഡ് കൗൺസിലിംഗ്.
facilitate the social and economic rehabilitation through education, awareness, skill development, and personality development via behavior training. Arrange for clinical, legal, and other support through networking with a government and a non-government organization on a case-by-case basis. Provide helplines and other facilities for women in distress. Offer additional services necessary for the support and rehabilitation of women in distress. അപ്പൊ ഇതിന്റെ ടാർഗറ്റ് ഗ്രൂപ്പ് ആരൊക്കെയാണ്? വിഡോസ് deserted by their families. ഈ ഉപേക്ഷിച്ച് കളഞ്ഞ വിഡോസ് വിധവകളുണ്ടല്ലോ. വിമൻ പ്രിസണേഴ്സ് റിലീസ്ഡ് ഫ്രം ജയിൽ വിത്തൗട്ട് ഫാമിലി സപ്പോർട്ട്. വിമൻ പ്രിസണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അത് ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ ഉള്ള റിലീസ് ചെയ്യപ്പെട്ട ആൾക്കാർ ജയിലിൽ നിന്നും. വിമൻ സർവൈവേഴ്സ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, റെസ്ക്യൂഡ് ട്രാഫിക്ഡ് വിമൻ ഓർ ഗേൾസ്, women victims of terrorist or extremist violence, mentally challenged women, women with HIV/AIDS, other women in similar difficult circumstances. Implementing agencies എന്തൊക്കെയാണ്? സോഷ്യൽ വെൽഫെയർ, വിമൻ ചൈൽഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്, അതൊക്കെയാണ് സ്വതർ. പിന്നെ അതുപോലെ തന്നെ വിമൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻസ്, അർബൻ ലോക്കൽ ബോഡീസ്, റെപ്യൂട്ടഡ് പബ്ലിക് പ്രൈവറ്റ് ട്രസ്റ്റ് ഓർ വോളണ്ടറി ഓർഗനൈസേഷൻ. അപ്പം ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എന്ന് പറഞ്ഞാൽ 2008 ഒരു സ്റ്റാറ്റസ് അനുസരിച്ച് 208 സ്വതർ ഷെൽട്ടേഴ്സ് ആൻഡ് ഹോംസ് ആൻഡ് 210 വിമൻ ഹെൽപ്പ് ലൈൻസ് ആർ ഓപ്പറേഷണൽ അക്രോസ് ദ കൺട്രി. ഓക്കെ, അടുത്തൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രിവെൻഷൻ ഓഫ് ട്രാഫിക്കിംഗ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഫോർ കൊമേഴ്ഷ്യൽ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ. ട്രാഫിക്കിംഗ്, അതായത് മനുഷ്യക്കടത്ത് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനൊക്കെ വേണ്ടിയിട്ട് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ കടത്താം. അപ്പം അതിനെതിരെയുള്ള ഒരു പ്രോഗ്രാമാണിത്. ട്രാഫിക്കിംഗ് ഇൻ ഹ്യൂമൻ ബീയിങ്സ് recognized as organized crime that violates basic human rights. Okay, അപ്പൊ ആളുകളെ കടത്തുന്നത് ഓർഗനൈസ്ഡ് ക്രൈം ആണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. violates basic human rights. India's role. India serves as a source, transit and destination country for human trafficking. ഇന്ത്യയിൽ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഇന്ത്യയിൽ നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും കടത്തി കൊണ്ടുപോകാറുണ്ട്. ആ കടത്തി കൊണ്ടുപോകാനുള്ള ഒരു വഴിയായിട്ട് ഉപയോഗിക്കാറുണ്ട്, ഡെസ്റ്റിനേഷൻ കൺട്രി ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് സെക്സ് വർക്കേഴ്സ് ഉണ്ട്. എസ്റ്റിമേറ്റഡ് 3 million സെക്സ് വർക്കേഴ്സ് ഇൻ ഇന്ത്യ. 40% ആർ ചിൽഡ്രൻ, സം ആസ് യങ് ആസ് 10 years old. വളരെ യങ് ആയിട്ടുള്ള 10 വയസ്സ് വരെയുള്ള കുട്ടികളടക്കം ഉണ്ട്. ട്രാഫിക്കിംഗ് മെത്തേഡ്സ് എങ്ങനെയൊക്കെയാണ്? പലപ്പോഴും ട്രാഫിക് ചെയ്യുന്നത് ഡ്യൂപ്പിംഗ് അല്ലെങ്കിൽ ലൂറിങ്, ഫേക്ക് മാരേജ്, അബ്ഡക്ഷൻ, കിഡ്നാപ്പിംഗ് ആൻഡ് എക്സ്പ്ലോയിറ്റിംഗ് social and economic vulnerabilities. Victims are often sold to brothels where they face continuous abuse, violence and exploitation. ഇതൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഈ ട്രാഫിക്കിങ്ങിന്റെ കാര്യത്തിൽ. അപ്പം പെൺകുട്ടികളോടൊക്കെ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണ്, നമ്മൾ വളരെ കരുതിയിരിക്കണം. പ്രത്യേകിച്ചും ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ഇതായിട്ടുള്ളത് കൊണ്ട് ആരും വിശ്വസിക്കരുത്. ഓക്കെ, ആരെയും വിശ്വസിക്കരുത്. അപ്പം പ്രത്യേകിച്ച് അറിയാത്ത ആൾക്കാരെ ഒരിക്കലും വിശ്വസിക്കരുത്. ഇപ്പൊ ടെലഗ്രാമിലൊക്കെ ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇഷ്ടം പോലെ കുട്ടികളായി. അപ്പം എനിക്ക് ആക്ച്വലി കുറച്ചു കാലം മുമ്പ് ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ പലരും നിങ്ങൾക്ക് ടെലഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കും. അപ്പൊ മാക്സിമം ഇഗ്നോർ ചെയ്യുക. നമുക്ക് അറിഞ്ഞുകൂടാ അതായത് എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നൊക്കെ ശ്രദ്ധിക്കാം. ഓക്കെ, ലെജിസ്ലേഷൻ. ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് 1956 provides stringent punishment for trafficking related crimes. Indian Penal Code contains additional provisions for crime related to trafficking. International and regional conventions. അപ്പം ഇതിനെതിരെ ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. UN Convention Against Transitional Organized Crime, including protocol to prevent, suppress and punish trafficking, particularly of women and children. പിന്നെ സാർക്ക് കൺവെൻഷൻ ഉണ്ടായിട്ടുണ്ട്. സാർക്ക് കൺവെൻഷൻ ഓഫ് പ്രിവെന്റിംഗ് ആൻഡ് കോമ്പാറ്റിംഗ് ട്രാഫിക്കിംഗ് ഓഫ് വുമൻ ആൻഡ് ചിൽഡ്രൻ ഇൻ പ്രോസ്റ്റിറ്റ്യൂഷൻ. കൺവെൻഷൻ ഓൺ ദി എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വിമൻ. പിന്നെ കൺവെൻഷൻ ഓൺ ദി റൈറ്റ് ഓഫ് ദി ചിൽഡ്രൻ. ഇങ്ങനെ പല കൺവെൻഷൻസും ഉണ്ടായിട്ടുണ്ട്. ഇനി അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കീം ഫോർ റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് വിക്ടിംസ് ഓഫ് റേപ്പ്. സ്കീം ഓവർവ്യൂ. The Scheme for Relief and Rehabilitation of Victims of Rape 2005 aims to support rape victims through compensation and rehabilitation. Key provisions എന്തൊക്കെയാന്ന് നോക്കാം. Criminal injuries
Relief and Rehabilitation Board established in every district to award compensation to rape victims. ഓക്കെ, അപ്പൊ ഇതെല്ലാം എല്ലാ ഡിസ്ട്രിക്റ്റിലും അത് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ക്രിമിനൽ ഇൻഷുറീസ് റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ ബോർഡ്, ഡിസ്ട്രിക്ട് മോണിറ്ററിംഗ് കമ്മിറ്റി tasked with providing shelter, protection, legal and medical aid, and other rehabilitative measures for victims. Inclusion in planning. Okay, the scheme was included in the report of Working Group of Empowerment of Women for the 11th plan. Okay, 11th പ്ലാനിലാണ് ഇത് വരുന്നത്. Funding. An allocation of 1 crore was made for this scheme in the year 2007-8. ഇനി വേറെ നല്ലൊരു പരിപാടി വരുന്നുണ്ട്. സ്വാവലംബൻ എന്നാണ് ഈ പരിപാടിയുടെ പേര്. ഓക്കെ, സ്വാവലംബൻ സ്കീം. അപ്പൊ അത് മുമ്പ് അറിഞ്ഞുകൊണ്ടിരുന്നത് നോർഡ് എന്നുള്ള പേരിലാണ് അറിഞ്ഞുകൊണ്ടിരുന്നത്, നോർവീജിയൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് വിമൻസ് എക്കണോമിക് പ്രോഗ്രാം. അപ്പൊ അത് വരുന്നത് 1982-83 കാലഘട്ടങ്ങളിലാണ്. ടു പ്രൊവൈഡ് ട്രെയിനിങ് ആൻഡ് സ്കിൽസ് ടു പുവർ ആൻഡ് നീഡി വിമൻ, particularly from weaker sections of the society, including scheduled caste, scheduled tribe. Okay, goal എന്തായിരുന്നു? To facilitate sustained employment or self-employment for these women. Training scope, assistance is provided for 36 traditional and non-traditional trades under the scheme. Implementation. The State Women's Development Corporation (WDC) serves as the nodal agencies. അപ്പോൾ ഇതിന്റെ നോഡൽ ഏജൻസീസ് പറയുന്നതാണ് സ്റ്റേറ്റ് വിമൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻസ് ആണ്. പ്രൈമർലി implementing the scheme through voluntary organizations in the states. Okay. അപ്പോൾ ഇതാണ് മറ്റൊരു പ്രോഗ്രാം ആയത്. റീപ്രൊഡക്റ്റീവ് ആൻഡ് ഹെൽത്ത് പ്രോഗ്രാംസ്, RCH എന്ന് പറഞ്ഞ പരിപാടിയുടെ ഒബ്ജക്റ്റീവ്. Promotion of maternal and child health is a key goal of the family welfare program in India. Reproductive and child health programs launched in the year ഏതാ വർഷം? 1997 incorporates with the components of child survival and safe motherhood programs. അപ്പോൾ അതിൽ ഉള്ള കമ്പോണൻസ് ആണ് ചൈൽഡ് സർവൈവൽ, അതുപോലെ നവജാത ശിശുക്കളുടെ മരണം, അതുപോലെ തന്നെ സേഫ് മദർഹുഡ് പ്രോഗ്രാംസ് ഒക്കെ അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻക്ലൂഡ്സ് ആൻ അഡീഷണൽ ഫോക്കസ് ഓൺ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ് ആൻഡ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. അപ്പോൾ അഡീഷണൽ ഫോക്കസ് കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസും സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസും. കമ്മ്യൂണിറ്റി ലെവൽ എഫേർട്സ് എന്തൊക്കെയാണ്? കമ്മ്യൂണിറ്റി ലെവൽ എഫേർട്സ്, a cadre of skilled birth attendants is being considered to provide care to pregnant women at the community level. അപ്പോൾ സ്കിൽഡ് ബർത്ത് അറ്റൻഡൻസ്, മിഡ്വൈഫ്സ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അവരെ ഈ കമ്മ്യൂണിറ്റി ലെവലിൽ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ വീടുകളിലൊക്കെ ബർത്ത് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കോ പെട്ടെന്നുള്ള ഹെൽപ്പ് കമ്മ്യൂണിറ്റി ലെവലിലുള്ള അങ്ങനെ സാധാരണഗതിയിൽ നാട്ടിലുള്ള സ്ത്രീകളൊക്കെ ആണ് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിൽ നല്ലത് നമ്മൾക്ക് ഇങ്ങനെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളെ നിയോഗിക്കുന്നതാണല്ലോ. നാഷണൽ പോപ്പുലേഷൻ പോളിസി വരുന്നുണ്ട് 2000-ൽ. ഓക്കെ, എംഫസിസ് ദ നീഡ് ടു സിഗ്നിഫിക്കന്റ്ലി റെഡ്യൂസ് മറ്റേണൽ മോർട്ടാലിറ്റി ആൻഡ് ഇംപ്രൂവ് മറ്റേണൽ ഹെൽത്ത്. ഓക്കെ, മറ്റേണൽ മോർട്ടാലിറ്റി, അതായത് പ്രസവത്തോടുകൂടി അമ്മമാര് മരിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതും അതുപോലെ തന്നെ മെറ്റേണൽ ഹെൽത്തും ഇതൊക്കെ സിഗ്നിഫിക്കന്റ്ലി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം. Recommended holistic strategy involving total intersectoral coordination at the grassroots level. അപ്പോൾ ഒരു ഇന്റർസെക്ടറൽ ആയിട്ടുള്ള കോർഡിനേഷൻ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ കൊണ്ടുവരാനായിട്ട് റെക്കമെൻഡ് ചെയ്യാണ്. Encourages the involvement of NGOs, civil society, Panchayat Raj institutions and women's groups in effort to reduce maternal mortality ratio (MMR) and infant mortality rate (IMR). Okay. ഇനി അടുത്തൊരു പ്രോഗ്രാം എന്ന് പറയുന്നതാണ് വൺ സ്റ്റെപ്പ് സെന്റർ ആൻഡ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് വിമൻ ഹെൽപ്പ് ലൈൻസ്. അത് മിനിസ്ട്രി ഓഫ് വിമൻ വെൽഫെയർ ബോർഡ്, വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. അപ്പോൾ ഇത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് ഏതൊരു ഫണ്ടിൽ നിന്നാണ്? നിർഭയ ഫണ്ടിൽ നിന്നാണ് അല്ലെ? ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ഫണ്ടാണ് നിർഭയ ഫണ്ട് എന്ന് പറയുന്നത്. വൺ സ്റ്റോപ്പ് സെന്റേഴ്സ്, അപ്പോൾ വൺ സ്റ്റോപ്പ് സെന്റേഴ്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാണ്, സഖി സെന്റേഴ്സ് എന്നാണ് പറയുന്നത്. പ്രൊവൈഡ്സ് ഇന്റഗ്രേറ്റഡ് സർവീസ് അണ്ടർ വൺ റൂഫ് ഫോർ വിമൻ അഫക്റ്റഡ് ബൈ വയലൻസ് ഇൻക്ലൂഡിങ് പലതരത്തിലുള്ള വയലൻസുകൾ ഉണ്ടല്ലോ, പോലീസ് ഫെസിലിറ്റേഷൻ, മെഡിക്കൽ എയ്ഡ്, പിന്നെ അതുപോലെ തന്നെ ലീഗൽ എയ്ഡ്, കൗൺസിലിംഗ്, സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ്, ടെമ്പററി ഷെൽട്ടർ, ഇങ്ങനെ പലതരത്തിലുള്ള വയലൻസുകളിൽ പെട്ടുപോയിട്ടുള്ള ആളുകൾക്ക് പോലീസ് ഫെസിലിറ്റേഷനും
മെഡിക്കൽ എയ്ഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അതൊരു വൺ സ്റ്റോപ്പ് സെന്റർ ആണ് ഈ സഖി സെന്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി വിമൻ ഹെൽപ്പ് ലൈൻ സ്കീം 24 hours എമർജൻസി ആൻഡ് നോൺ എമർജൻസി റെസ്പോൺസ് ഫോർ വിമൻ അഫക്റ്റഡ് ബൈ വയലൻസ്. Okay, links to appropriate authorities, police, one-stop center, hospital, legal services, provides rescue van and counseling services, offers information about the women welfare schemes across the country, accessible via 181 short code. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനിയുള്ള ഒരു പ്രോഗ്രാം ആണ് ഉജ്ജ്വല സ്കീം. കേട്ടോ, ഉജ്ജ്വല സ്കീം സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. ഫോക്കസസ് on the prevention of trafficking and the rescue, rehabilitation, reintegration and repatriation of victims of trafficking and commercial sex exploitation. Okay, അപ്പോൾ ഉജ്ജ്വല സ്കീമിൽ പ്രധാനമായിട്ടും ഈ ട്രാഫിക്കിംഗ് അല്ലെങ്കിൽ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ, അത് കൊമേഴ്ഷ്യൽ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ ബ്രോത്തൽസിലൊക്കെ പെട്ടുപോകുന്ന സ്ത്രീകളുണ്ടല്ലോ, അവരുടെയൊക്കെ റീഹാബിലിറ്റേഷൻ, റെസ്ക്യൂ, പിന്നീട് അവരെ ചികിത്സ, അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പ്രോഗ്രാമാണ് ഉജ്ജ്വല സ്കീം എന്ന് പറയുന്നത്. സെൻട്രലി സ്പോൺസർഡ് ആയിട്ടുള്ള സ്കീമാണ്. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള സ്കീമാണ്. എന്താണ്? ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. 2015 വരുന്നത്, 22 ജനുവരിയിൽ. എയിംസ് ടു അഡ്രസ് ദ ഡിക്ലൈനിങ് ചൈൽഡ് സെക്സ് റേഷ്യോ ആൻഡ് എംപവർ ഗേൾസ് ആൻഡ് വിമൻ. എന്താണ് അതിന്റെ ഈ ഡിക്ലൈനിങ് ചൈൽഡ് സെക്സ് റേഷ്യോ ഉണ്ടല്ലോ, അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വരുന്നത്. അതായത് പെൺകുട്ടികളുടെ എണ്ണം കുറയുന്നത്. കേരളത്തിലൊക്കെ തിരിച്ചാണ്. ഒബ്ജക്റ്റീവ്സ്: പ്രിവെന്റ് ജെൻഡർ ബേസ്ഡ് സെക്സ് സെലക്ടീവ് എലിമിനേഷൻ, ensure survival, protection, education and participation of the girl child. Okay, ഇനി മഹിളാ ശക്തി കേന്ദ്ര MSK എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്. ഇതൊക്കെ പുതിയ പ്രോഗ്രാം ആണ് കേട്ടോ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, ഈ മഹിളാ ശക്തി കേന്ദ്ര, ഓക്കെ, ഇതൊക്കെ പുതിയ പരിപാടിയാണ്. അതുപോലെ സഖി വൺ സ്റ്റോപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്രൂവ്ഡ് ഇൻ November 2007 as a centrally sponsored scheme, aims to empower rural women through community participation. Okay, facilitate intersectoral convergence of women-centric schemes and programs, implemented through state governments and UT administrations. എന്താ പറയാ, ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് അല്ലെങ്കിൽ ഇപ്പൊ യൂണിയൻ ടെറിട്ടറീസ് അതിന്റെ അഡ്മിനിസ്ട്രേഷൻസിലൂടെയാണ് ചെയ്യുന്നത്. കോസ്റ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 60:40 ആണ്. 60 സ്റ്റേറ്റ് സെൻട്രൽ എടുക്കും, 40 സ്റ്റേറ്റ് എടുക്കും. 9:10 ഫോർ നോർത്ത് ഈസ്റ്റ് ആൻഡ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ്. ഇന്നിപ്പോ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് 90:10 ആണ്. 90 സെൻട്രൽ എടുക്കും, 10% അവരെടുത്താൽ മതി. ഓക്കെ, യൂണിയൻ ടെറിട്ടറീസിന്റെ കാര്യമാകുമ്പോൾ 100%ഉം സെൻട്രൽ തന്നെ എടുക്കും. ഓക്കെ, ഇനി മിഷൻ ശക്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. മിഷൻ ശക്തി അതെന്തിനാണ്? ഇന്റഗ്രേറ്റഡ് വിമൻ എംപവർമെന്റ് പ്രോഗ്രാം ആണ്. റീസെന്റ് ലോഞ്ച്ഡ് അംബ്രല സ്കീം ഇൻ മിഷൻ മോഡ്. ഒരു മിഷൻ മോഡല് ചെയ്തിട്ടുള്ള ഒരു അംബ്രല സ്കീമാണ്. ഒരുപാട് പരിപാടികളെ ഏകോപിപ്പിക്കുന്ന. എയിംസ് ടു സ്ട്രെങ്തൻ ഇന്റർവെൻഷൻസ് ഫോർ വിമൻ സേഫ്റ്റി, സെക്യൂരിറ്റി ആൻഡ് എംപവർമെന്റ്. Focuses on women-led development, addressing issues affecting women across their life cycle. Promote convergence across ministries, departments, local governance, participation and public involvement. Strengthens digital infrastructure for last mile services, delivery tracking. Okay, അപ്പം എന്താണ്? പ്രൊമോട്ട്സ് കൺവേർജൻസ് അക്രോസ് പല എല്ലാ മിനിസ്ട്രീസിനെയും ഡിപ്പാർട്ട്മെന്റ്സിനെ ഒക്കെ കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് ലോക്കൽ ഗവൺമെന്റ് പാർട്ടിസിപ്പേഷൻ ഒക്കെ ഉണ്ടാക്കി, പബ്ലിക് ഇൻവോൾവ്മെന്റ് ഒക്കെ ഉണ്ടാക്കി ഒക്കെയാണ് ഈ ഒരു പ്രോഗ്രാം. ഇതെല്ലാം കൂടി ഒരു അംബ്രല്ല പ്രോഗ്രാം ആയിട്ടാണ് നടപ്പിലാക്കുന്നത്. സ്ട്രെങ്തൻസ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ലാസ്റ്റ് മൈൽ സർവീസ് ഡെലിവറി ട്രാക്കിംഗ്. ഓക്കെ, അടുത്തൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്കീമാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഓക്കെ, undernutrition is a significant issue affecting women in India, with 1 in 3 women being undernutritioned and 1 in 2 being anemic. Undernutritioned women are more likely to give birth to low birth weight babies. അപ്പം malnutritions ഉള്ള മദേഴ്സ് അല്ലെങ്കിൽ അനീമിക് ആയിട്ടുള്ള മദേഴ്സ് ജന്മം കൊടുക്കുന്ന കുട്ടികൾക്ക് വളരെ ലോ വെയിറ്റ് ഒക്കെ ആയിട്ടുള്ള കുട്ടികളായിരിക്കും. അപ്പൊ അതിനൊക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. പ്രൊവൈഡ് പാർഷ്യൽ കോമ്പൻസേഷൻ ഫോർ വേജ് ലോസ് ത്രൂ cash incentives, enabling women to take adequate rest before and after delivery. അതായത് ഈ ഒരു സമയത്ത് ജോലി ചെയ്യാൻ അവർക്ക് സാധിക്കില്ലല്ലോ. അപ്പൊ കറക്റ്റ് ആയിട്ട് റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഒരു
ക്യാഷ് ഇൻസെന്റീവ്സ് കൊടുക്കുകയാണ്, പാർഷ്യൽ കോമ്പൻസേഷൻ കൊടുക്കുകയാണ്. ഇത് അവരുടെ ഫസ്റ്റ് ചൈൽഡിനാണ് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ചൈൽഡിനാണ് കൊടുക്കുക, ഓഫ് ദെയർ ഫസ്റ്റ് ലിവിങ് ചൈൽഡ്. എൻകറേജ് ഇംപ്രൂവ്ഡ് ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ എമംഗ് പ്രഗ്നന്റ് വിമൻ ആൻഡ് ലാക്ടേറ്റിംഗ് മദേഴ്സ് ത്രൂ ക്യാഷ് ഇൻസെന്റീവ്സ് പ്രൊവൈഡ്. അപ്പൊ ഇതിലൊക്കെ കൊടുക്കുന്നതാണ് ക്യാഷ് ഇൻസെന്റീവ്സ് ആണ്. ഓക്കെ ഓക്കെ. അപ്പോൾ പ്രഗ്നന്റ് വിമനും ലാക്ടേറ്റിംഗ് മദേഴ്സിനും. ടാർഗറ്റ് ബെനിഫിഷ്യറീസ് ആരൊക്കെയാന്ന് നോക്കാം. വിമൻ ബിലോങ്ങിങ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. വിമൻ ഹു ആർ പാർഷ്യലി ഓർ ഫുള്ളി ഡിസേബിൾഡ്. പിന്നെ വിമൻ ഹോൾഡിംഗ് എ ബിലോ പോവർട്ടി ലൈൻ റേഷൻ കാർഡ്. പിന്നെ വിമൻ ഹു ആർ ബെനിഫിഷ്യറീസ് അണ്ടർ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അണ്ടർ ആയുഷ്മാൻ ഭാരത്. പിന്നെ വിമൻ ഹോൾഡിംഗ് ഇ ശ്രം കാർഡ്. പിന്നെ വിമൻ ഫാർമേഴ്സ് ഹു ആർ ബെനിഫിഷ്യറീസ് അണ്ടർ കിസാൻ സമ്മാൻ നിധി. വിമൻ ഹോൾഡിംഗ് MGNREGA ജോബ് കാർഡ്സ്. ഇങ്ങനെയുള്ളതൊക്കെ ഉള്ളവർക്ക് ഇതിന്റെ ബെനിഫിഷ്യറീസ് ആണ് കേട്ടോ. അവർക്കൊക്കെ തന്നെ ഈ ഒരു പരിപാടിയുടെ ബെനിഫിറ്റ്സ് ലഭിക്കും. വിമൻ ഹൂസ് നെറ്റ് ഫാമിലി ഇൻകം ഈസ് ലെസ് ദാൻ 8 lakhs per annum. Pregnant and lactating Anganwadi workers, Anganwadi helpers and accredited social health activists. അതാരാണ്? ആശാ വർക്കേഴ്സ്. വിമൻ ഹോൾഡിംഗ് എ റേഷൻ കാർഡ് അണ്ടർ NFSA ആക്ട് 2013. Any other category prescribed by the central government. All eligible pregnant women and lactating mothers with pregnancy on or after 1/1/2017 for the first child in the family. Okay, അപ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ത്രീകളും തന്നെ എത്തി, എല്ലാ തരം പുവർ വുമണും എത്തി അല്ലെ. അപ്പോ എന്താണ്, ജനുവരി 1 2017 ശേഷം ഒന്നാമത്തെ കുട്ടിയിട്ട് കിട്ടാം, രണ്ടാമത്തെ മൂന്നാമത്തെ കുട്ടിയൊന്നും അല്ല, ഒന്നാമത്തെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇത് കിട്ടുക. അതൊക്കെ എലിജിബിൾ ആയിട്ടുള്ള പ്രഗ്നന്റ് വിമൺ ആണ്. ബെനിഫിഷ്യറീസ് മസ്റ്റ് ബി 18 years and 7 months to less than 15 years at the time of childbirth. ഒന്നില്ലെങ്കിൽ എന്താണ് 18 years 7 months പ്രായമായിട്ടുണ്ടാവണം, അതുപോലെ തന്നെ 55 years മാത്രം അതിൽ താഴെയുള്ളവരും ആയിരിക്കണം. ഇൻ കേസ് ഓഫ് മിസ്കാരേജ് ഓർ സ്റ്റിൽ ബർത്ത് ദ വിമൻ ഈസ് ട്രീറ്റഡ് ആസ് എ ഫ്രഷ് ബെനിഫിഷ്യറി ഇൻ ഫ്യൂച്ചർ പ്രഗ്നൻസി. അപ്പോൾ ഈ ഒരു കുട്ടീനെ നഷ്ടപ്പെട്ടു പോവായിരിക്കും, എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ട് മിസ്കാരേജോ സ്റ്റിൽ ബർത്തോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഈ ഒരു പ്രോഗ്രാമിൽ പിന്നെ എന്താണ് ഫ്രഷ് പ്രഗ്നൻസി ആയിട്ടാണ് പരിഗണിക്കുക, ഒന്നാമത്തെ കുട്ടിയായിട്ട് തന്നെയാണ് പരിഗണിക്കുക. ഓക്കെ. ബെനിഫിറ്റ്സ് അണ്ടർ PMMVY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000 രൂപ ഈസ് പ്രൊവൈഡഡ് ഫോർ ദ ഫസ്റ്റ് ചൈൽഡ് ഇൻ 2 installment. 3000 ആഫ്റ്റർ ആന്റിനാറ്റൽ ചെക്കപ്പ്. അപ്പൊ ആന്റിനാറ്റൽ ചെക്കപ്പ് കഴിഞ്ഞിട്ട് 3000 കൊടുക്കും. 2000 ചൈൽഡ് ബർത്ത് കഴിഞ്ഞിട്ട് കൊടുക്കും, അതായത് 14 വീക്ക് കഴിഞ്ഞിട്ട്, അതായത് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞിട്ട്. 6000 is provided for the second child in single installment after childbirth and completion of universal immunization within 14 weeks. 6000 കൊടുക്കുന്നത് സെക്കൻഡ് ചൈൽഡ്, സെക്കൻഡ് ആയാലും ഒരൊറ്റ ഇൻസ്റ്റാൾമെന്റിൽ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ കഴിഞ്ഞിട്ട്, വാക്സിനേഷൻ കഴിഞ്ഞിട്ട് 6000 കൊടുക്കും. അഡീഷണലി ബെനിഫിഷ്യറീസ് ആർ എലിജിബിൾ ഫോർ ബെനിഫിറ്റ്സ് അണ്ടർ ജനനി സുരക്ഷാ യോജന, എ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ സ്കീം. ജനനി സുരക്ഷാ യോജന എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ സ്കീമിന്റെ വരുന്ന ഒരു പ്രോഗ്രാം ആണ് ആഫ്റ്റർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് ഉള്ളത്. നമ്മളിപ്പോ ഒരുമാതിരിപ്പെട്ട സെൻട്രൽ സ്കീംസ്, ഈ അടുത്ത് വന്നിട്ടുള്ള സെൻട്രൽ സ്കീംസ് വരെ ഒരുപാട് സ്കീംസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ നോട്ട് ഞാൻ ഇട്ടേക്കാം, നിങ്ങൾ പ്രിന്റ് എടുത്തിട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ വായിക്കുക. മൾട്ടിപ്പിൾ ടൈംസ് വായിച്ചാൽ തന്നെ കിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇതാണെങ്കിലും റൂറൽ ഡെവലപ്മെന്റ് സ്കീംസ് ആണെങ്കിലും എല്ലാം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഡ്രൈ ആണ്, ഒരു സുഖമില്ല പഠിക്കാൻ. എനിക്കറിയാം, പഠിപ്പിക്കാനും വലിയ സുഖമൊന്നുമില്ല, പക്ഷെ പഠിച്ചാലേ മതിയാവുള്ളൂ. ഓക്കെ, അപ്പം നന്നായി പഠിക്കുക. എന്നിട്ട് നമുക്ക് നോക്കാം, റിവിഷൻ ഒക്കെ വരുമ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചോദിച്ചിട്ടൊക്കെ മാക്സിമം മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.